ദ്രൗപദി ശ്രീകൃഷ്ണൻ അയക്കുന്ന ദീർഘമായ കത്തിന്റെ രൂപത്തിലാണ് ഒറിയ ഭാഷയിലെ പ്രശസ്തമായ ഈ നോവൽ രചിക്കപ്പെട്ടിട്ടുള്ളത്. സ്വർഗത്തേക്ക് നടന്നു കയറുന്നതിനിടയിൽ കാൽ വഴുതി വീണ ദ്രൗപദി ഹിമാലയത്തിലെ മഞ്ഞുപാളികളിൽ കിടന്നുകൊണ്ട് പ്രക്ഷുബ്ധമായ തന്റെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തെയും കുറിച്ച് സഖാവായ കൃഷ്ണന് ഹൃദയരക്തം ചാലിച്ചെഴുതുന്നു. സ്ത്രീ ചരിത്രത്തിന്റെയും സ്ത്രീ ചിത്തത്തിന്റെ ആവിഷ്കാരവുമാണിത്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യവർഗത്തിനു വേണ്ടി സംസാരിക്കുന്ന ഒരാധുനിക മനസ്സിന്റെ ഉടമയായി ദ്രൗപദി ഈ നോവലിൽ നിലകൊള്ളുന്നു. ഭാരതീയ ജ്ഞാനപീഠത്തിന്റെ മൂർത്തിദേവി പുരസ്കാരം ലഭിച്ച കൃതിയായിട്ടുള്ള പ്രതിഭ റായിയുടെ ദ്രൗപദി ടോക്ക് സെൻസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ആരംഭിക്കുന്നു പ്രതിഭ റായിയുടെ ദ്രൗപദി. പ്രിയ സഖേ കൃഷ്ണ, ഞാൻ ഉടലോടെ സ്വർഗത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഭൂമി സ്വർഗമാക്കുവാൻ ആഗ്രഹിക്കുന്നു. മോക്ഷമല്ല, പുനർജന്മമാണ് എൻ്റെ അന്ത്യാഭിലാഷം. പുണ്യഭൂമിയായ ഭാരതത്തിൽ വീണ്ടും വീണ്ടും ജനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏകീകൃത രാജ്യമായിരിക്കുന്ന ആര്യാവർത്തത്തിലെ 2 രാജധാനികൾ, ഇന്ദ്രപ്രസ്ഥവും ഹസ്തിനാപുരവും, ഇവ തമ്മിലുണ്ടായ കുരുക്ഷേത്ര യുദ്ധം ഇടുങ്ങിയ മനസ്സുകളുടെ നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പരിണത ഫലമായിരുന്നു. സഖേ, എനിക്ക് അവസാനമായി അങ്ങയോട് പറയാനുള്ളത് ഇതാണ്: യുദ്ധം വേണ്ട, ലോകത്തിൽ സമാധാനം പുലരട്ടെ. ഓം ശാന്തി ശാന്തി. കൗരവന്മാരാകുന്ന ദുഷ്ടശക്തികളെ നശിപ്പിച്ചില്ല എങ്കിൽ അങ്ങയുടെ ഈ സുന്ദര ലോകം അഗ്നിജ്വാലകളിൽ അമരുന്നതെന്ന് എൻ്റെ വഴികാട്ടിയായ അങ്ങയോട് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു. ഞാനാണ് യുദ്ധത്തിന് കാരണക്കാരി എന്നിപ്പോൾ ആളുകൾ പറയുന്നു. രാജ്യത്തിനും അധികാരത്തിനും വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എന്നെ ശരിയായി മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഇക്കാര്യം അറിയാം. നൃശംസരമായ കൗരവന്മാരുടെ പിടിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി നടത്തിയ വേദന നിറഞ്ഞ ഒരു ശസ്ത്രക്രിയയായിരുന്നു മഹാഭാരത യുദ്ധം. ലോകത്തെ രക്ഷിക്കുവാനും ശാന്തിയും ഐക്യവും പുനഃസ്ഥാപിക്കുവാനും ആവശ്യമായ നടപടികൾ എടുക്കുവാൻ ഞാൻ എൻ്റെ ഭർത്താക്കന്മാരെ പ്രോത്സാഹിപ്പിച്ചു. അതിനുവേണ്ടി എനിക്ക് എണ്ണമറ്റ യാതനകളും അപമാനവും സഹിക്കേണ്ടി വന്നു. എന്നിട്ട് ഞാൻ പിന്തിരികയോ വിശ്രമിക്കുകയോ ചെയ്തില്ല. എനിക്ക് വേണമായിരുന്നെങ്കിൽ സീതാദേവിയെ പോലെ ഭൂമി മാതാവിൻ്റെ ഉള്ളിൽ അഭയം തേടാമായിരുന്നു. എന്നാൽ അതെൻ്റെ ജന്മോദ്ദേശത്തിന് ഘടകവിരുദ്ധമായിരിക്കുന്നു. ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിലെല്ലാം അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടും സമാധാനിപ്പിച്ചുകൊണ്ടും എന്നോടൊപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഉപദേശിച്ചു, മഹത്തരമായ ലക്ഷ്യത്തിന് വേണ്ടി ഏതൊരാളും സ്വാർത്ഥം ത്യജിക്കണം. ബാഹ്യശത്രുവിനെ തോൽപ്പിക്കുന്നതിന് മുൻപായി വ്യക്തിപരമായ ആഗ്രഹങ്ങളെയും സ്വാർത്ഥ താല്പര്യങ്ങളെയും സങ്കുചിത ചിന്താഗതിയെയും എതിർത്ത് തോൽപ്പിക്കണം. അവ ആഭ്യന്തര ശത്രുക്കളാണ്. ജീവിതകാലം മുഴുവൻ അങ്ങൻ്റെ സുഹൃത്തും ഗുരുവും മാർഗദർശിയുമായി വർത്തിച്ചു. കൃഷ്ണനും കൃഷ്ണയും തമ്മിലുള്ള സഖാസഖീ ബന്ധം അനാദൃശ്യവും അതുല്യവുമാണ്. എൻ്റെ നിർവചനങ്ങൾക്ക് അതീതമാണ് ആ ബന്ധം. അതിനാൽ ഹിമാലയത്തിലെ ദുർഗമായ പാതയിലൂടെ സ്വർഗത്തിലേക്ക് നടന്നു കയറുന്നതിനിടയ്ക്ക് മഹാദുരന്തത്തിൻ്റെ നിമിഷത്തിൽ ഞാൻ കാൽവഴുതി വീണപ്പോഴും അങ്ങയെ ഓർമ്മിപ്പിക്കുന്നു. വീഴ്ചയല്ല എന്നെ വേദനിപ്പിച്ചത്. ധർമ്മവതാരമായ യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരം എൻ്റെ ഭർത്താക്കന്മാരെല്ലാം അവസാനമായി എന്നെ ഒരു നോക്ക് കാണുവാൻ പോലും കൂട്ടാക്കാതെ മുന്നോട്ടു പോയി. അവരുടെ ഈ ഉദാസീനത എനിക്ക് ഹൃദയഭേദകമായി. അവിടെ കിടന്നുകൊണ്ട് ഹിമാലയത്തിലെ മഞ്ഞുപാളികളിൽ ഞാൻ എൻ്റെ ഹൃദയരക്തം ചാലിച്ചെഴുതുകയാണ്. എൻ്റെ ഉള്ളിൽ മഹാഭാരത യുദ്ധം നടക്കുകയായിരുന്നുവെന്ന് അങ്ങയ്ക്കറിയാമല്ലോ. ക്ഷോഭവും കലഹവും സംഘർഷവും വിപ്ലവവും എല്ലാം എൻ്റെ ഉള്ളിൽ തിളച്ചു മറയുകയായിരുന്നു. എനിക്കവയോട് നിരന്തരം പോരാടേണ്ടിയിരുന്നു. ഓരോ നിമിഷവും വിവേകപൂർവ്വം പ്രവർത്തിച്ച് എൻ്റെ സന്തുലനം നിലനിർത്തുവാനും ഞാൻ ശ്രമിച്ചിരുന്നു. വനവാസകാലത്ത് അക്ഷയപാത്രവും ഉപയോഗിച്ച് എല്ലാവരെയും തീറ്റിപ്പോയിത്തീരുന്ന ഞാൻ അക്ഷരാർത്ഥത്തിൽ അന്നപൂർണയായ മാതാവിൻ്റെ അവതാരമായിരുന്നു. ആര്യന്മാർക്കും അന്യാര്യന്മാർക്കും ഇടയിൽ നിലനിന്ന അകൽച്ച ഇല്ലാതാക്കുവാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചു. കാട്ടുജാതിക്കാരുടെ കൂടെയിരുന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു. അവരുടെ അനാഥ ശിശുക്കളെ സ്വന്തം കുഞ്ഞുങ്ങളെ എന്നവണ്ണം പരിചരിക്കുകയും വളർത്തുകയും ചെയ്തു. ക്രമേണ ഞാൻ അവരിൽ ഒരാളായി തീർന്നു. നൈമിഷാരണ്യാശ്രമവും ഹസ്തിനാപുരവുമായി ബന്ധിപ്പിക്കുന്ന പാതകൾ നിർമ്മിക്കുകയും ആര്യാവർത്തമെന്ന ഏകീകൃത രാജ്യം സ്ഥാപിക്കുന്ന കാര്യത്തിൽ ഗണനീയമായ പുരോഗതി കൈവരിക്കുകയും ചെയ്തു. പ്രക്ഷുബ്ധമായ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ശത്രുതയും രക്തച്ചൊരിച്ചിലും ഭയാനകമായ ഹിംസയും യുദ്ധവും കാണുകയും അനുഭവിക്കുകയും ചെയ്തു. ശാശ്വത സമാധാനത്തിനു വേണ്ടി എൻ്റെ ഹൃദയം കേണു. അതുകൊണ്ട് കൃഷ്ണ, എൻ്റെ അന്ത്യാഭിലാഷമായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിൻ്റെ മേഘങ്ങൾ ലോകത്തിൽ പരക്കാതിരിക്കട്ടെ. മനുഷ്യരുടെ നിസ്സീരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ഇന്ദ്രപ്രസ്ഥവും ഹസ്തിനാപുരവും പോലെ ഈ ഭൂമി ഛിന്ന ഭിന്നമാകാതിരിക്കട്ടെ.
ഒരു പെണ്ണായി ജനിച്ചതിൻ്റെ നിസ്സഹായത ജീവിതത്തിൽ പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പുരുഷ മേധാവിത്വം നിറഞ്ഞ പുരുഷന്റെ വാക്കുകൾക്ക് മാത്രം വില കൽപ്പിക്കുന്ന ഈ ലോകത്ത് സുന്ദരിയായ ഒരു സ്ത്രീയുടെ ജീവിതം ശപിക്കപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ സൗന്ദര്യം കാരണം ഞാൻ നരകയാതന അനുഭവിച്ചില്ലേ? സ്ത്രീ വെറും ഒരു വിൽപ്പന ചരക്കാണോ? അവൾക്ക് സ്വതന്ത്രമായൊരു വ്യക്തിത്വമില്ലേ എന്ന് കൗരവ സഭയിൽ ഞാൻ ഉന്നയിച്ച അമ്പരപ്പിക്കുന്ന ചോദ്യത്തിന് ഇന്നോളം ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഏറെ പീഡനങ്ങൾ സഹിച്ചവളാണെങ്കിലും ഇനിയും ഈ ഭൂമിയിൽ സ്ത്രീയായി ജനിക്കണമെന്ന എൻ്റെ ആഗ്രഹം വിചിത്രമായി തോന്നാം. സ്ത്രീ അമൃത ജനനിയാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പുരുഷൻ അച്ഛനായി തീരും, സ്ത്രീ അമ്മയായി. എന്നാൽ സ്ത്രീക്ക് മാത്രമേ മുലപ്പാലിൻ്റെ രൂപത്തിൽ കുഞ്ഞിൻ്റെ വായിലേക്ക് അമൃതം പകരുവാൻ കഴിയൂ. അക്കാര്യത്തിൽ പുരുഷൻ കഴിവില്ലാത്തവനാണ്. സ്ത്രീ അമൃത സ്രോതസ്സാണ്, അന്നപൂർണയാണ്. മറ്റുള്ളവരുടെ വിശപ്പ് ശമിപ്പിക്കുക എന്നത് സ്ത്രീയുടെ സഹജ സ്വഭാവമാണ്. സ്ത്രീ ആയതുകൊണ്ടും അന്നപൂർണയുടെ അവതാരമാണെന്ന് കരുതിയിരുന്നതും കൊണ്ടും മറ്റുള്ളവരുടെ വിശപ്പും ദാഹവും ശമിപ്പിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കൃത്യമായി ഞാൻ കണക്കാക്കുന്നു. ലോക സേവനത്തിന് നിയുക്തമായ ഒരു സ്ത്രീയായി എനിക്ക് ജന്മം തന്നതിന് ഞാൻ ഈശ്വരനോട് നന്ദിയുള്ളവളാണ്. സഖേ, മനുഷ്യൻ നിരന്തര പരിശ്രമം കൊണ്ട് 5000 വർഷങ്ങൾക്കധികം സാഹിത്യം, കല, ശാസ്ത്രം എന്നിവയെല്ലാം വിജയം വരിക്കുകയും 3000 വർഷങ്ങൾ കൊണ്ട് 5000 യുദ്ധം നടത്തി പരാജിതരാകുകയും ചെയ്യുമെന്ന് ഞാൻ പ്രവചിക്കുന്നു. മനുഷ്യൻ മറ്റുള്ളവരെ കൊല്ലുകയും കശാപ്പ് ചെയ്യുകയും ഒരർത്ഥത്തിൽ ഹിംസയ്ക്കും യുദ്ധത്തിനും വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യും. യഥാർത്ഥമായ സ്ത്രീശക്തി വിനിയോഗിക്കപ്പെട്ടാൽ മാത്രമേ ലോകത്തെ രക്ഷിക്കാനാകൂ എന്നതാണെന്ന് എൻ്റെ കാഴ്ചപ്പാട്. ഭൂമിയിൽ ധർമ്മ സംസ്ഥാപനാർത്ഥം പഞ്ചപാണ്ഡവന്മാരുടെ ഭാര്യയായി, ഭർത്താക്കന്മാരുടെ പ്രവൃത്തിയോടെ, ബലമുണ്ടായ ദുരിതങ്ങളിൽ പങ്കാളിയായി 5 പുത്രന്മാരെ പ്രസവിച്ചു. പക്ഷേ ജീവിതത്തിൽ അത്യന്തികമായി ഞാൻ എന്തു നേടി? എൻ്റെ ഉറ്റവരും ഉടയവരും മക്കളുമെല്ലാം നഷ്ടപ്പെട്ടു. നിറഞ്ഞ കൗരവ സദസ്സിൽ ഏറ്റവും വലിയ പീഡനവും അപമാനവും സഹിക്കേണ്ടി വന്നപ്പോൾ ധൈര്യവും ഊർജവും സംഭരിച്ചു. ജ്ഞാനികളും ശക്തരുമായ മുതിർന്നവരെ ഞാൻ ഒറ്റയ്ക്ക് വെല്ലുവിളിച്ചു. പണയം വെച്ചതിനെ നീതിബോധത്തെയും ന്യായശാസ്ത്രത്തെയും ചോദ്യം ചെയ്തു. ഈ സമയത്തെല്ലാം എൻ്റെ വീരശൂര പരാക്രമികളായ ഭർത്താക്കന്മാർ തലകുനിച്ച് താഴോട്ടു നോക്കി മൗനികളായിരുന്നതേയുള്ളൂ. സ്നേഹം, സഹാനുഭൂതി, ദയ, കാരുണ്യം, ക്ഷമ, ത്യാഗം, നിസ്വാർത്ഥത, ദേശസ്നേഹം, സമാധാന വാഞ്ച, അഹിംസ എന്നീ മനുഷ്യഗുണങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടും എന്നെ യുദ്ധക്കൊതി മൂത്തവളായും കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ കാരണക്കാരിയായിട്ടും കുറ്റപ്പെടുത്തുന്നു. എൻ്റെ സ്വഭാവത്തിന് മങ്ങലേൽപ്പിക്കപ്പെട്ടു. എന്നെ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പ്രിയ സഖേ, എൻ്റെ 5 മക്കളെ അരുങ്കുല ചെയ്ത അശ്വത്ഥാമാവിന് മാപ്പ് കൊടുത്തവളാണ് ഞാൻ. ഇപ്പോൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഇവിടെ കിടന്ന് മരിക്കുവാൻ എന്നെ വിട്ടുപോയ ഭർത്താക്കന്മാർക്കും ഞാൻ മാപ്പ് കൊടുക്കുന്നു. അടുത്ത ജന്മത്തിൽ ലോകത്തെ യുദ്ധക്കെടുതിയിൽ നിന്ന് രക്ഷിക്കുവാനും സമൂഹത്തെ പുനഃസൃഷ്ടിക്കുവാനും വേണ്ടി എനിക്ക് ജ്ഞാനിയുടെ ദൃഷ്ടിയും ഭക്തൻ്റെ ഹൃദയവും കർമ്മിയുടെ കൈകളും അത് ഇത്രയും തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇതാണ് എൻ്റെ യാജ്ഞസേനി അഥവാ ദ്രൗപദി, മഹാഭാരത കാവ്യത്തിലെ കേന്ദ്ര കഥാപാത്രം. നോവൽ ആരംഭിക്കുന്നത് അവസാനം സൂചിപ്പിക്കുന്ന ഇതി എന്ന വാക്കിലൂടെയാണ്. നോവൽ അവസാനിപ്പിക്കുന്നത് ആരംഭത്തെക്കുറിച്ചുകൊണ്ടാണ്. ഗീതയിൽ പ്രതിപാദിക്കുന്ന ജീവിതത്തിൻ്റെ അനശ്വരതയുടെ പ്രതീകാത്മകത. വ്യാസന് ശേഷം അനേകം മഹാഭാരതങ്ങൾ രചിക്കപ്പെട്ടിട്ടും ദ്രൗപദി സഖാവായ ശ്രീകൃഷ്ണൻ അയക്കുന്ന ദീർഘമായ കർത്തിൻ്റെ രൂപത്തിൽ ഞാൻ എന്തിനീ നോവൽ എഴുതി? സ്ത്രീത്വത്തിൻ്റെ സമസ്യകൾക്കെതിരെ പോരാടുന്ന സ്ത്രീ ചിത്തത്തിൻ്റെ ആവിഷ്കാരം മാത്രമല്ല എൻ്റെ യാജ്ഞസേനി, അല്ലെങ്കിൽ യജ്ഞസേനി. ലോകമെമ്പാടുമുള്ള മനുഷ്യവർഗത്തിനു വേണ്ടി സംസാരിക്കുന്ന ഒരാധുനിക മനസ്സാണ് എൻ്റെ യജ്ഞസേനി. അവൾ സ്ത്രീ, ആര്യവനിത, രാജ്ഞി എന്നിങ്ങനെയുള്ള ഇടുങ്ങിയ വേലിക്കെട്ടുകൾ പൊളിച്ച് വയസ്സ്, വർഗം, ജാതി മുതലായ വിഭാഗതകൾ തകർത്ത് മുന്നോട്ട് വരുന്നു. വ്യാസന്റെ കഥാപാത്രത്തെ ഈ നോവലിൽ കാണുവാൻ കഴിയുകയില്ല. അതായിരുന്നു എൻ്റെ ഉദ്ദേശവും. ഈ കഥാപാത്രം 1000 വർഷം പഴക്കമുള്ളതല്ല, അതിനേക്കാൾ പഴക്കമുള്ളതാണ്. അതേസമയം ഇന്നത്തെ ഏത് യുവ മനസ്സിനേക്കാളും യുവത്വം നിറഞ്ഞതുമാണ്. എൻ്റെ നോവലിലെ ദ്രൗപദിക്ക് കാലാതീതമായ ആയുർദൈർഘ്യമുണ്ട്. യജ്ഞസേനി എന്നത് ദ്രൗപദിയുടെ ഒരു പര്യായം മാത്രമല്ല. ആ വാക്കിന് യജ്ഞസേനൻ്റെ, അതായത് ദ്രുപദ മഹാരാജാവിൻ്റെ മകൾ എന്ന അർത്ഥത്തിന് പുറമെ യാഗാഗ്നിയിൽ ജനിച്ചവൾ എന്നൊരു വ്യക്യാർത്ഥം കൂടിയുണ്ട്. എൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വന്നിട്ടും അവൾ നിർഭയമായ ധീരതയും പ്രദർശിപ്പിച്ചു. എല്ലാ കാലത്തെയും എല്ലാ സമൂഹത്തിലെയും സ്ത്രീക്ക് ഇത് ബാധകമല്ലേ? ഇന്ന് പട്ടാപ്പകൽ ദ്രൗപദിമാരെ ഉപദ്രവിക്കുകയും ലൈംഗിക പീഡനത്തിന് വിധേയരാക്കുകയും ചെയ്യുന്നു. ഏകലവ്യന്മാർക്ക് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. പ്രബലന്മാരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി യുവ പ്രതിഭകളായ അഭിമന്യുമാർ വധിക്കപ്പെടുന്നു.
ധൃതരാഷ്ട്രന്മാർ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി അന്ധരായി കഴിയുന്നു. അധികാരത്തിനും പദവിക്കും വേണ്ടി മാതൃഭൂമിയെ കൊള്ളയടിച്ച് നശിപ്പിക്കുവാൻ അവർക്കൊരു മടിയുമില്ല. ഭർതൃഭൃത്തിയുടെ പേരിൽ ഗാന്ധാരിമാർ അന്ധകളായി കഴിയുവാൻ നിർബന്ധിതരാകുന്നു. രാജകീയ മുദ്രയുടെ അഭാവത്തിൽ കർണന്മാർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു. നിത്യവും ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യന്റെ ഉള്ളിലും പുറത്തു കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിലും നടക്കുന്നു. അതുകൊണ്ട് എല്ലാവിധ അന്യായങ്ങളും മനുഷ്യത്വമില്ലായ്മയ്ക്കും എതിരെ പോരാടുകയല്ലാതെ എൻ്റെ ദ്രൗപദിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ദ്രൗപദിയെക്കുറിച്ച് എഴുതുവാൻ തുടങ്ങിയപ്പോൾ ഇതല്ലാതെ ഞാൻ എന്തെഴുതും? ശുഭം എന്ന് അങ്ങയുടെ പ്രിയ സഖി. അവസാനിപ്പിച്ചതിന് ശേഷവും ഒന്നും എഴുതുവാൻ കഴിഞ്ഞില്ലെന്ന തോന്നലാണുള്ളത്. ദീർഘജീവിതത്തിലെ സുഖദുഃഖങ്ങളുടെ നീണ്ട കഥ മഹാകാലത്തിന്റെ വക്ഷസ്സിൽ എഴുതാത്ത താളുകളെ പോലെ കിടക്കുന്നു. മൃത്യുപഥത്തിലെ യാത്രക്കാരൻ ഇഹലോകത്ത് സർവ്വതും ഉപേക്ഷിച്ചു പോകുന്നത് പോലെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ അയാൾ ഒന്നും ഉപേക്ഷിക്കുന്നില്ല. ഈ നശ്വര ശരീരം മാത്രമാണ് ഉപേക്ഷിക്കുന്നത്. അത് അയാളുടെ അല്ലാതാണ്. ആത്മാവ് പറന്നു പോകുന്നു. അത് അയാളുടേതാണെന്ന് എങ്ങനെ പറയും? ആകാശത്തിന് ആദിയും അന്തവുമില്ല. സമുദ്രത്തിന് വൃത്തിക്ഷയങ്ങളില്ല. സൂര്യന് ഉദയാസ്തമയങ്ങളില്ല. മനോകാമനയ്ക്ക് പൂർണ്ണതയും ശൂന്യതയുമില്ല. നാം തമ്മിലുള്ള ബന്ധനത്തിനും അങ്ങനെ ഒരു പേരില്ല. അന്തിമ പരിണാമവുമില്ല. അതിനാൽ ഈ സാധാരണ കത്തിൽ അന്തിമമായി ഞാൻ എന്തെഴുതും? ജീവിതത്തിലെ സർവ്വസംഗതികളും പറഞ്ഞു കഴിഞ്ഞാലും അവസാനത്തെ വാക്ക് ബാക്കി നിൽക്കും. എല്ലാം നേടിയെടുത്താലും പൂർണ്ണത അവശേഷിക്കും. എല്ലാം ശുഭമായി അവസാനിച്ചാലും ശുഭാരംഭം വേണ്ടിവരും. അതെന്താണ് അതിൻ്റെ ആരംഭം? എന്താണ് അതിൻ്റെ അവസാനം? സൃഷ്ടി തന്നെയല്ലേ പ്രളയവും? ആരംഭം തന്നെയല്ലേ ലയവും? അതാണ് മഹാകാലം, അനാദിയും അനന്തവുമായത്. വായു പൂവിൽ നിന്ന് ഗന്ധം വഹിച്ചുകൊണ്ട് വരുന്നത് പോലെ ആരുടെ ഗന്ധം സ്വീകരിച്ചാട്ടാണ് ജീവൻ ഈ ദേഹം ഉപേക്ഷിച്ച് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. എങ്ങോട്ട് പോകുന്നു? എവിടെ നിന്നു വരുന്നു? കാമക്രോധ ലോഭങ്ങളിൽ നരകത്തിലേക്കുള്ള വാതിലുകളാണ്. ഈശ്വര, അവസാനം നരകവാസമാണോ? മരണത്തിന്റെ ശീതള കരങ്ങൾ ജീവിതത്തിനെ ജഡമാക്കുന്ന അന്ത്യനിമിഷം വരെ ജീവിതത്തിലെ അവസാന വാക്ക് പറയുവാൻ ശ്രമിക്കുന്നത് കൊണ്ട് സംശയമില്ലാതാകുമോ? ഹിമാലയത്തിലെ സുമേരു പർവ്വതത്തിലെ സ്വർണ്ണ രേണുക്കൾ കാൽ കീഴിൽ നിന്ന് വഴുതിപ്പോകുന്നു. കാലുകളിൽ മറ്റൊന്നും അനുഭവപ്പെടുന്നുമില്ല. ജീവിതകാലം മുഴുവനും ആരെ പിന്തുടർന്നു? ഈ കോമളപഥത്തിൽ രക്തം പൊടിഞ്ഞതും വ്യതകളും അനുഭവിച്ചത് അവരെല്ലാം എങ്ങോട്ട് പോയെന്ന് ഒരറിവുമില്ല. ഒരു തവണ പോലും ഹാ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയില്ല. ഹാ എന്ന് പറഞ്ഞു പോയാൽ അവർക്ക് സ്വർഗപ്രാപ്തിക്ക് വിഘ്നം സംഭവിക്കുമായിരിക്കുമോ? ആരാണ് സ്വർഗം കാംക്ഷിച്ചത്? ആരാണ് രാജ്യം കാംക്ഷിച്ചത്? ആരാണ് യുദ്ധം ആഗ്രഹിച്ചത്? സർവ്വകാരണങ്ങൾക്കും കാരണാഭൂതിയായിട്ട് ആരുമുണ്ടായിരുന്നിട്ടും ദോഷം മുഴുവൻ എൻ്റെ തലയിൽ ചുമത്തിയിട്ട് അവർ പോയി, മരണത്തിൻ്റെ വാതിൽക്കൽ എന്നെ ഉപേക്ഷിച്ചിട്ട്. നിഷ്കളങ്കനായ ശിശുവിന് കളിപ്പാട്ടം കൊടുത്തിട്ട് അടുത്ത നിമിഷത്തിൽ അത് അപഹരിച്ചിട്ട് അതിനെ കരയിക്കുക, എല്ലാം കൊണ്ടുപോകുക എന്ന നാടകം എന്തിനു രചിച്ചു? കൈനീട്ടി യാചിക്കുന്നവനോട് കളിയാക്കാൻ തോന്നിയേക്കാം. ഒന്നും ആവശ്യപ്പെടാത്തവരോട് ഈ കളി, അത് ക്രൂരതയല്ലെങ്കിൽ പിന്നെ എന്താണ്? ക്ഷരത്തിൽ നിന്നകന്നവൻ, അക്ഷരത്തേക്കാൾ ശ്രേഷ്ഠനായവൻ, പുരുഷോത്തമൻ, സർവ്വതും ദാനം ചെയ്യുന്നവൻ, പരമാനന്ദ സ്വരൂപൻ, അദ്ദേഹം എന്തിനീ കളി കളിക്കുന്നു? അദ്ദേഹം ആർക്ക് നൽകുന്നു? ആരിൽ നിന്നെടുക്കുന്നു? കാൽ കീഴിൽ നിന്ന് പ്രാണൻ വഴുതിപ്പോകുന്നു. ഒപ്പമുണ്ടായിരുന്നവർ സ്വർഗദ്വാരത്തിൽ മുന്നേറിക്കഴിഞ്ഞു. മഹാശൂന്യതയിൽ സർവ്വതും ശൂന്യമായി തോന്നുന്നു. എങ്കിലും ജീവിതം മുഴുവൻ സഞ്ചയിച്ചു വെച്ചിരിക്കുന്ന അഭിമാനം ഇന്ന് മൃത്യുമാർഗത്തിൽ മെഴുകുപോലെ ഉരുകിയൊലിക്കുന്നു. ചോദ്യങ്ങൾക്കുമേൽ ചോദ്യങ്ങൾ ഹൃദയം തീർത്ത് ആഞ്ഞടിക്കുന്നു. എന്നിട്ടും അവസാനത്തെ കാര്യം പറയുവാൻ കഴിഞ്ഞില്ല. കത്ത് അവസാനിച്ചു കഴിഞ്ഞു. മൃത്യുമാർഗത്തിന്റെ അനുനിമിഷം മുൻപോട്ട് നിറങ്ങി നീങ്ങുകയാണ്. ഞാൻ വീണ്ടും ആ കത്ത് വായിച്ചു തുടങ്ങി. അനന്തവും അഗാധവുമായ ജീവിത വിജ്ഞാസ സാഗരമായിരുന്നു അത്. ഒരുപക്ഷെ ഈ സൃഷ്ടിയുടെ രഹസ്യം അതുതന്നെ ആയിരിക്കും. അതിനാൽ വിപുലമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും ജീവിതമെന്നും സുഖദുഃഖങ്ങളുടെയും സംയോഗ വിയോഗങ്ങളുടെയും ജനന മരണങ്ങളുടെയും നിഗൂഢതയിൽ ഒതുങ്ങി നിൽക്കുന്നു. സ്വന്തം ചോരയിൽ മുക്കി എഴുതിയ ഈ കത്ത് ഇന്ന് മൃത്യുമാർഗത്തിൽ എൻ്റെ സഹായാത്രികയാണ്. സ്വന്തം കത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ ആത്മാവ് ശരീരം ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ഇത് ലഭിക്കുന്നതിൻ്റെയാൾ അങ്ങാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയ സഖേ, ഗോവിന്ദ, പുരുഷശ്രേഷ്ഠനായ കൃഷ്ണ, മധുസൂദന, കൃഷ്ണയുടെ പ്രണാമം. ജീവിതത്തിലെ എല്ലാ പരാതികളും പരിഭവങ്ങളിൽ നിന്ന് ഈ അന്ത്യനിമിഷങ്ങളിൽ ഞാൻ ഉപേക്ഷിക്കുകയാണ്. ജീവിതത്തിൽ ഖേദം മാത്രം അവശേഷിക്കും. ധർമ്മരക്ഷാർത്ഥം ജീവിതകാലം മുഴുവൻ എത്ര നാൾ യാതനകൾ സഹിച്ചു. പാതിവൃത്യത്തിൻ്റെയും ധർമാചാരണത്തിൻ്റെയും ബലത്തിൽ ഭർത്താവിനോടൊപ്പം സ്വർഗം പോകാമെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ പർവ്വതരാജനായ ഹിമവാന്റെ പാദപ്രദേശത്തെ സ്വർണ്ണരേണുവിൽ സ്പർശിച്ചപ്പോഴേക്കും എൻ്റെ പാദങ്ങൾ വഴുതി. ഞാൻ വീണുപോയി. 5 ഭർത്താക്കന്മാരാലും തിരിഞ്ഞു നോക്കിയില്ല.
മാത്രവുമല്ല, ധർമ്മരാജാവായ യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, തിരിഞ്ഞു നോക്കരുത്, മുമ്പോട്ട് വരൂ എന്ന്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ എൻ്റെ ഹൃദയം തകർത്തു, തരിപ്പണമാക്കിയെന്ന് തന്നെ പറയാം. ഞാൻ ആലോചിച്ചു, ഭാര്യ ഭർത്തൃബന്ധം എത്ര വ്യാജമാണ്. സ്നേഹം, പ്രേമം, ത്യാഗം, സമർപ്പണം ഓരോ വ്യക്തിയും സ്വന്തം കർമ്മ ഫലമാണെന്ന് ഭവിക്കുന്നതാണെങ്കിൽ യുധിഷ്ഠിരന്റെ ധർമ്മം രക്ഷിക്കുവാൻ വേണ്ടി ഞാൻ 5 ഭർത്താക്കന്മാരുടെ പാദങ്ങളിൽ സ്വയം സമർപ്പിതയായി ലോകത്തിന്റെ മുഴുവൻ പരിഹാസത്തിനും നിന്ദയ്ക്കും അപവാദത്തിനും പാത്രമായി ജീവിച്ചത് എന്തിനാണ്? ദ്വാപരയുഗം അവസാനിക്കാറായി. അഭിമന്യു പുത്രനായ പരീക്ഷത്തിനെ ഹസ്തിനാപുരത്തെ രാജസിംഹാസനത്തിൽ ഇരുത്തി അഭിഷേകം നടത്തിയ ദിവസം കലിയുഗം ആരംഭിച്ചു. എന്റെ പേര് പഞ്ചപതിവ്രതകളുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെടുമെന്ന് പറയുന്നു. അത് കണ്ടിട്ട് കലിയുഗത്തിലെ സ്ത്രീകളും പുരുഷന്മാരും ഭയങ്കരമായി ചിരിക്കും. അവർ പറയും, 5 ഭർത്താക്കന്മാരെ വരിച്ച ദ്രൗപദി പതിവ്രതയാണെങ്കിൽ പിന്നെ ഏകപതി പ്രഥാധർമ്മം പാലിക്കേണ്ട ആവശ്യമെന്താണ്? ഒന്നിലേറെ ഭർത്താക്കന്മാരെ വരിച്ചാലും കലിയുഗത്തിൽ അവർ പതിവ്രതകളല്ലാതാകുമോ? കാമവാസനയ്ക്ക് ധീരനായ കലിയുഗത്തിലെ താന്തോന്നികളായ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ദ്രൗപദി പരിഹാസപാത്രമായി തീരും. 5 പുരുഷന്മാരുടെ ഭാര്യയായ ദ്രൗപദിക്ക് പാതിവൃത്യത്തിന് വേണ്ടി ഇഞ്ചിഞ്ചായി കത്തിയെരിയേണ്ടി വന്നിരിക്കാമെന്ന് ഇവരൊക്കെ എങ്ങനെ മനസ്സിലാക്കും? ഹസ്തിനാപുരിയിലെ നായികയായ ദ്രൗപദി നിന്ദിക്കപ്പെട്ടവളാകും. കളങ്കവലിപമായ കഥയിലെ നായികയായി തീരും. ഹേ കൃഷ്ണ, ഹേ വാസുദേവ, അങ്ങ് അഭിഷ്ടയദായകനാണ്. ദ്രൗപദി ജനിച്ചപ്പോൾ മുതൽ ഇപ്പോൾ വരെയുള്ള വഴി മുഴുവൻ താണ്ടിയത് അങ്ങയുടെ ഇഷ്ടപ്രകാരമാണ്. ദ്രൗപദിയുടെ കൺപോളകൾ അടഞ്ഞതും തുറന്നതും ശ്വാസോച്ഛ്വാസം നടന്നതുമെല്ലാം അങ്ങയുടെ ഇഷ്ടപ്രകാരം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അവളുടെ നിന്ദയിലും സ്തുതിയിലും അങ്ങയ്ക്കൊരു പങ്കുമില്ലേ? ഹൃദയത്തിൽ ഗിനിഞ്ഞ രക്തം കൊണ്ട് പവിത്രമായ ഹിമാലയ ശിലകളിൽ ദ്രൗപദി ഇന്ന് സ്വന്തം ജീവിതകഥ എഴുതുകയാണ്. ആപത്തിൽപ്പെട്ട ഭൂമിയെ ഉദ്ധരിക്കുവാൻ വേണ്ടി അങ്ങ് എന്തെങ്കിലും ഹിമാലയം വഴി ഭൂമിയിൽ അവതരിക്കും. അന്ന് മായാത്ത അക്ഷരങ്ങളിൽ എഴുതപ്പെട്ട രക്തത്തിൽ മുക്കിയ ഈ ആത്മകഥ വായിക്കും. അപ്പോൾ ദ്രൗപദിക്കായി ആഹാ എന്നൊരു വാക്ക് അങ്ങയുടെ വായിൽ നിന്ന് ഉതിരും. എനിക്കത് മാത്രം മതി. അങ്ങ് അന്ത്യരാമയാണ്. അങ്ങയ്ക്കറിയുവാൻ വയ്യാത്തത് എന്തുണ്ട്? എങ്കിലും വായു തുറന്നു പറയാതെ ആർത്തസ്വരം അങ്ങയുടെ കാതിലോളം എത്തുകയില്ല. അതിനാൽ എല്ലാം അങ്ങയുടെ മുൻപിൽ വെക്കുകയാണ്. അങ്ങയോർക്കറിയാവുന്ന കാര്യങ്ങൾ, അങ്ങ് തന്നെ കർത്താവായ കാര്യങ്ങൾ അങ്ങയുടെ മുൻപിൽ വെക്കുകയാണ്. കാലത്തിന് എന്നെ ദ്രൗപദി ദേവിയായി മാറ്റുവാൻ സാധിച്ചേക്കും. എന്നാൽ ഞാൻ ഭൂമിയിൽ ഈ ദേഹവുമായി മനുഷ്യരൂപത്തിൽ ജനിച്ചു. എൻ്റെ 5 ഭർത്താക്കന്മാർ മർത്യലോകത്തിലെ മനുഷ്യരാണ്. മഹർഷി കൃഷ്ണദ്വൈവായൻ എന്നെ ദേവീ പദവിയിൽ പ്രതിഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ ഞാൻ ദിവ്യദർശിനിയാണ്. 5 ഭർത്താക്കന്മാരെ വരിക്കുന്നതിൽ പിന്നെ ശിവന്റെ വരമുണ്ടാവുമെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഞാൻ ദേവിയല്ല, ദേവജാതിയിൽപ്പെട്ടവളുമല്ല. അതിനാൽ ഇന്ന് മൃത്യുപഥത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പറയുന്നതെല്ലാം സത്യം മാത്രമായിരിക്കും. മർത്യലോകത്തിലെ ഏതൊരു മനുഷ്യൻ്റെയും ജീവചരിത്രം പോലെ തന്നെയാണ് എൻ്റെ ജീവിതകഥയും. എൻ്റെ ജീവിതത്തിലുണ്ടായ ഭീതിജനകമായ ഓരോ സംഭവവും അതെല്ലാം അറിയുമ്പോഴും കലിയുഗത്തിലെ ജനങ്ങൾ വിചാരിക്കും, ഒരു യുഗത്തിലെയും ഒരു സ്ത്രീയും ദ്രൗപദിയെപ്പോലെ അപമാനം സഹിച്ചിട്ടില്ല എന്ന്. ദൈവമേ, ഭാവിയിലും ആർക്കും ഇങ്ങനെ ഒരു അപമാനം സഹിക്കുവാൻ ഇടയാകരുതേ. സഖേ, കൗരവസഭയിൽ അപമാനിതയായ സന്ദർഭത്തിൽ എനിക്ക് 5 ഭർത്താക്കന്മാരോടുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പോൾ ലജ്ജ കൈവിടിഞ്ഞ് ഞാൻ അങ്ങയെ കൈനീട്ടി വിളിച്ചു. അങ്ങയുടെ മുൻപിൽ എന്നെ സമർപ്പിച്ചു. ഇന്ന് വീണ്ടും എൻ്റെ ഭർത്താക്കന്മാർ എന്നെ നിസ്സഹായിയായി ഉപേക്ഷിച്ചു പോയി. ഞാൻ അങ്ങയുടെ മുൻപിൽ സ്വയം സമർപ്പിക്കുകയാണ്. എൻ്റെ ദുഃഖങ്ങളും വേദനയും വ്യാകുലതയും അപമാനവും എല്ലാം ഞാൻ അങ്ങയ്ക്ക് നൽകുന്നു. ഞാൻ എൻ്റേതല്ലായി തീർന്നുവെങ്കിൽ പിന്നെ എൻ്റെ ദുഃഖം എൻ്റേതാകുന്നത് എങ്ങനെയാണ്? ഹേ അന്ത്യരാമിയായ കൃഷ്ണ, അങ്ങയ്ക്ക് അഗോചരമായിട്ട് എന്തുണ്ട്? എങ്കിലും ഞാൻ എഴുതുകയാണ് എൻ്റെ കഥ. ഹൃദയം തുറന്ന് പറഞ്ഞാൽ മാത്രമേ ദുഃഖം കുറയുകയുള്ളൂ. ഞാൻ ഹൃദയം തുറക്കുമ്പോൾ ഏറ്റ കുറ്റങ്ങളെ, കുറവുകളും തെറ്റിദ്ധാരണകളും എല്ലാം പുറത്തു വരും. ലോകം അതിനെ കുറ്റപ്പെടുത്തിയാൽ എനിക്ക് എന്തു പറയുവാൻ കഴിയും? സ്വർഗത്തിലേക്കുള്ള പാത എൻ്റെ മുമ്പിൽ തടയപ്പെട്ടത് തെറ്റുകൾക്കുപരിയാകുവാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാകാം. സമയം ചീഞ്ഞുകൊണ്ടിരിക്കുന്നു. ദേഹമാസകലം ക്ഷതങ്ങൾ. ഹൃദയം നുറുങ്ങിപ്പോയി. രക്തം വിറ്റു വീഴുന്നു. ഈ രക്തത്തിൽ കുതിർന്നതാണ് എൻ്റെ കഥ. മരണസമയത്ത് മനുഷ്യർ പറയുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം അയാളുടെ നിയന്ത്രണത്തിന് അതീതമാണ്. അതുകൊണ്ട് ഇത്രയും നാളത്തെ സഞ്ചിതമായ മനോവേദന ഇന്ന് അനായാസേന അങ്ങയുടെ പാദങ്ങളിൽ ആർഖ്യമായി ഒഴുകട്ടെ. ലോകം കാണട്ടെ. ഹേ ഗോവിന്ദ, എൻ്റെ കഥ പൂർത്തിയാക്കുന്നതുവരെ എൻ്റെ ഭാവനയ്ക്കും ചിന്തയ്ക്കും ജഡത്വം ബാധിക്കാതിരിക്കട്ടെ. എൻ്റെ സ്മരണശക്തിക്ക് കോട്ടം തട്ടാതിരിക്കട്ടെ. എന്നെ മരണത്തിൻ്റെ കയ്യിൽ ഏർപ്പിക്കാതിരിക്കുക. ഞാൻ എൻ്റെ കഥ പറയട്ടെ. മരണത്തിൻ്റെ വാതിൽക്കൽ നിന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എവിടെ നിന്ന് ആരംഭിക്കണം? എൻ്റെ ജനനം മുതൽ. എൻ്റെ ജനനം ഒരു വ്യതികർമ്മമായിരുന്നല്ലോ. യുവതിയായിട്ടാണല്ലോ ഞാൻ ജനിച്ചത്. അമ്മയില്ല. യജ്ഞവേദിയാണ് എൻ്റെ അമ്മ. യജ്ഞസേനനാണ് എൻ്റെ അച്ഛൻ.
അക്കാരണത്താൽ ഞാൻ യജ്ഞസേനിയാണ്. യാജ്ഞസേനി, പാഞ്ചാല രാജകന്യക, ദ്രുപദ നന്ദിനി, ദ്രൗപദി. ദ്വാപരയുഗത്തിൽ കുരുക്കളുടെയും പാഞ്ചാലരുടെയും അതീതനേതിലായിരുന്ന പ്രദേശമായിരുന്നു ആര്യാവർത്തത്തിന്റെ പ്രാണകേന്ദ്രം. ഭരതന്റെ വംശപരമ്പരയിൽപ്പെട്ട കുരുക്കൾ ഗംഗാതടത്തിലെ ഹസ്തിനാപുരത്തെ തങ്ങളുടെ രാജധാനിയാക്കി. അക്കാലത്ത് അത് രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമായിരുന്നു. പാഞ്ചാല രാജവംശരും കുരുവംശകരും കാൾ ഒട്ടും പിന്നിലല്ലായിരുന്നു. വാസ്തവത്തിൽ ഈ രണ്ടു കൂട്ടർക്കും മധ്യേ ഒരുതരം മത്സരം നിലനിന്നിരുന്നു. എൻ്റെ അച്ഛൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്നു ദ്രോണൻ. അദ്ദേഹം പാണ്ഡവന്മാരുടെ ഗുരുവായി. ഒരിക്കൽ അദ്ദേഹം സഹായം അഭ്യർത്ഥനയുമായി ദ്രുപദ രാജാവിനെ സമീപിച്ചു. എൻ്റെ അച്ഛൻ പരിഹാസത്തോടെ പറഞ്ഞു, ഭിക്ഷാന്തേഹിയായ ബ്രാഹ്മണൻ രാജാവിൻ്റെ മിത്രമോ? സഭശീർഷർ തമ്മിലെ മൈത്രിയുണ്ടാകൂ. ദ്രോണൻ അപമാനിതനായി മടങ്ങി. കുരുസഭയിൽ അദ്ദേഹത്തിന് നിയമനം ലഭിച്ചു. അപമാനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആളിപ്പടർന്നുകൊണ്ടേയിരുന്നു. പാണ്ഡവന്മാരുടെ ആയുധവിദ്യ സമാപിച്ച ശേഷം ദ്രോണാചാര്യരുടെ ദക്ഷിണ ആവശ്യപ്പെട്ടു. ദ്രുപദ രാജാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് എൻ്റെ കാൽക്കൽ വീഴ്ത്താം. മധ്യമ പാണ്ഡവനായ അർജുനൻ ദ്രോണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ധനുർവിദ്യാ വിശാരദൻ. രാധേയനായ കർണനൊഴികെ മറ്റാരും അദ്ദേഹത്തെ നേരിടുവാൻ കഴിവുള്ളതായി ആര്യാവർത്തത്തിലുണ്ടായിരുന്നില്ല. പാണ്ഡവന്മാർക്ക് അതൊരു വലിയ കാര്യമായിരുന്നില്ല. എൻ്റെ പിതാവായ ദ്രുപദനെ അർജുനനെ പിടിച്ചുകെട്ടി ദ്രോണരുടെ കാൽക്കൽ വീഴ്ത്തുകയും ചെയ്തു. ദ്രോണൻ അപമാനത്തിന് പകരം വീട്ടി. രാജാവിന് മാത്രമേ രാജാവിൻ്റെ മിത്രമാകുവാൻ സാധിക്കൂ. ഇന്ന് താങ്കൾക്ക് രാജ്യമില്ലാതായി. ഇന്നു മുതൽ പാഞ്ചാല രാജ്യത്തിന്റെ ഉത്തരഭാഗം എൻ്റേതാണ്. ഗംഗാനദിക്ക് തെക്കുള്ള ഭാഗത്തിന്റെ അധിപതി താങ്കളായിക്കൊള്ളൂ. ഇപ്പോൾ നാം രണ്ടും സമശീർഷരാണ്. ഇനി നമ്മുടെ മൈത്രിക്ക് തടസ്സമൊന്നും ഉണ്ടാവില്ല. പകുതി രാജ്യം നഷ്ടപ്പെട്ട ദ്രുപദൻ കപട മൈത്രിയോടെ കൈനീട്ടി. പാഞ്ചാല രാജ്യത്തെ വടക്കൻ മേഖലയായിരുന്നു കൂടുതൽ സമൃദ്ധം. ആ ഭാഗം ദ്രോണൻ കൈക്കലാക്കി. ക്ഷത്രിയൻ ഒരിക്കലും അപമാനം മറക്കുകയില്ല. വിധിയെ അംഗീകരിച്ചു. പക്ഷേ ശാസ്ത്രധർമ്മം വ്യത്യസ്തമാണ്. ദ്രോണനെ വധിക്കാതെ അപമാനം ശമിക്കുകയില്ല. ദ്രോണരുടെ പക്ഷത്ത് ഭീഷ്മർ, കർണൻ, ശല്യർ, ജയദ്രഥൻ, ദുര്യോധനൻ, അയാളുടെ 100 സഹോദരന്മാർ, കൂടാതെ ഹസ്തിനാപുരത്തെ വിശാല സൈന്യം. ദ്രോണനെ വധിക്കുവാൻ കഴിവുള്ള ആരെങ്കിലും പാഞ്ചാല പക്ഷത്തുണ്ടോ? ദ്രോണാന്തകനായ പുത്രനെ ലഭിക്കുവാൻ വേണ്ടി ദ്രുപദ മഹാരാജാവ് കശ്യപമുനിയുടെ വംശജനായ ഉപയാജനെ പ്രസാദിപ്പിച്ചു. ഉപയാജനെ കൊണ്ടും യാജമുനിയെ കൊണ്ടും പുത്രലാഭാർത്ഥം യജ്ഞം നടത്തിച്ചു. യജ്ഞത്തിലെ ഹോമാഗ്നിയിൽ നിന്ന് തേജസ്വിയായ പുത്രൻ എൻ്റെ സഹോദരൻ ദൃഷ്ടദ്യുമ്നനും, യജ്ഞവേദിയുടെ മറുഭാഗത്തു നിന്ന് ഇന്ദ്രനീല രത്നം പോലെ യജ്ഞസേനിയായ ഞാനും ജനിച്ചു. എന്നെ കണ്ടിട്ട് ആളുകൾ പറഞ്ഞു, അതിസുന്ദരി, അത്ഭുതം. നീലത്താമര ഇതളുകൾ പോലെയുള്ള കാന്തി, സാഗരോർമ്മ പോലെയുള്ള നിബിന്ധമായ കേശം, ഉജ്ജ്വലമായ ദീപനാളം പോലെ തിളങ്ങുന്ന നീലത്താമര പോലെ മനോഹരമായ നീണ്ട കണ്ണുകൾ, ലോകോത്തരനായ ശില്പിയുടെ കൈകൊണ്ട് വാർത്തെടുത്ത പ്രതിമയുടേതുപോലെ കുറ്റമറ്റ മുഖശോഭ, ഉചിതമായ അംഗസൗഷ്ഠവം, പൊക്കമുള്ള ദേഹം, ഉയർന്ന മാറിട, മെലിഞ്ഞ അരക്കെട്ട്, വാഴ്ത്തട പോലെ ഉരുണ്ട തുടകൾ, ചമ്പക പൂമുട്ടുപോലെയുള്ള വിരലുകൾ, ചെന്താമര പോലെയുള്ള കരതലവും പാദങ്ങളും, മുത്തുപോലെ നിരയാത്ത പല്ലുകൾ, മിന്നൽ പിണറിനെ ലജ്ജിപ്പിക്കുന്ന ചിരി, ചന്ദ്രകല പോലെയുള്ള നഖം, ശരീരത്തിന്റെ പത്മഗന്ധം വണ്ടുകളെപ്പോലും മതിഭ്രമത്തിൽ ആഴ്ത്തുവാൻ പര്യാപ്തം. കേശത്തിന്റെ കുടില സൗന്ദര്യത്തിൽ ബന്ധിക്കപ്പെട്ട വായു പോലും നിശ്ചലനായി നിന്നുപോകും. യതിവര്യന്മാരുടെ മനസ്സിൽ ഇളക്കുവാൻ പറ്റിയ സൗന്ദര്യമാണ് എൻ്റേതെന്ന് കവികൾ പുകഴ്ത്തി. ശുഭ്രവസ്ത്രധാരണിയായി, ശുഭ്രകുടാലാംകൃതിയായി, വെള്ളത്താമര കയ്യിലേന്തി വിടർന്ന നീലത്തോം പോലെ നിൽക്കുന്ന ഞാൻ യജ്ഞവേദിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ യൗവനഭാരം കൊണ്ട് എൻ്റെ അവയവങ്ങൾ തടുത്തിരുന്നു. എന്നെ കണ്ടിട്ട് യജ്ഞവേദിക്ക് ചുറ്റും ഉപവിഷ്ടരായിരുന്ന ജിതേന്ദ്രിയായ മുനിമാർ പോലും സ്തബ്ധരായിപ്പോയി. മന്ത്രോച്ചാരണം നടത്തവി അവരുടെ ചുണ്ടുകൾ വിറച്ചു. കണ്ഠസ്വരം ജഡമായി. ചില യുവസന്യാസിമാർക്ക് ബോധം നശിച്ചു. വൃക്ഷങ്ങളിലെ ഇലകൾ പോലും അനക്കമില്ലാതെ നിന്നു. അഗ്നിശിഖ കമ്പനമില്ലാതെ നിന്നു. കാലം പോലും ആ നിമിഷത്തിൽ നിശ്ചലമായി നിന്നുപോയി. ഞാൻ എൻ്റെ സൗന്ദര്യം വർണ്ണിക്കുകയല്ല, മറ്റുള്ളവർ പറഞ്ഞതാണ്. അച്ഛൻ്റെ രാജസദസ്സിലെ കവി പാടി, ശ്യാമ, ഇവളൊരു രൂപം എത്ര തന്നെ വർണ്ണിച്ചാലും വളരെയേറെ ബാക്കി നിൽക്കും. ജീവിതം മുഴുവൻ കാവ്യം എഴുതിയാലും ഈ അനുപമ സൗന്ദര്യത്തിന് പറ്റിയ ഉപമ കണ്ടെത്തുവാനാവുകയില്ല. കൃഷ്ണയ്ക്ക് കൃഷ്ണ സ്വന്തം ഉപമ തന്നെ. എൻ്റെ ജനന സമയത്ത് അശരീരി കേട്ടു, ഈ കന്യക നിങ്ങളുടെ അപമാനത്തിന് പകരം വീട്ടുവാൻ ജനിച്ചവളാണ്. നിങ്ങളുടെ പ്രതിജ്ഞ പൂർത്തിയാക്കുവാൻ വേണ്ടി ആവിർഭവിച്ചതാണ്. ഇവളുടെ ഭൂമിയിൽ ധർമ്മം രക്ഷിക്കപ്പെടും, ക്ഷത്രിയനാശം സംഭവിക്കും, ഇവൾ കൗരവനാശിനിയായിത്തീരും. ഈശ്വരൻ എനിക്ക് അപൂർവ ലാവണ്യം തുളുമ്പുന്ന ശരീരം പ്രദാനം ചെയ്തു, പ്രേമപൂർണമായ ഹൃദയം നൽകി. ഈ സുന്ദര നേത്രങ്ങൾ തുറന്ന് മോഹകമായ സൃഷ്ടിയെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് യാഗം ചെയ്യുന്ന മുനിമാരുടെ വാക്കുകൾ കേൾക്കുവാനിടയായി. ഇവൾ പിതാവിൻ്റെ ഒരു ഔസ സന്താനമല്ല,
പ്രതിജ്ഞ പൂർത്തിയാക്കുവാൻ വേണ്ടി സജ്ജമാക്കിയ യാഗവേദിയിൽ ജനിച്ചവളാണ്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവിൻ്റെ അപമാനത്തിന് പ്രതികാരം ചെയ്യുവാൻ ബാധ്യസ്ഥയായവൾ. ഞാൻ ഈ ഭൂമിയിൽ ധർമ്മരക്ഷയ്ക്കും ദുഷ്ടസംഹാരത്തിനും ഉതകുന്ന ആയുധമാകുവാൻ പോകുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത്. ഓരോ യുഗത്തിലും ധർമ്മരക്ഷയ്ക്കും ദുഷ്ടസംഹാരത്തിനും സ്ത്രീ തന്നെ മാധ്യമമാകേണ്ടി വരുന്നു. സൃഷ്ടിയുടെയും വിനാശത്തിൻ്റെയും കാരണം സ്ത്രീ മാത്രമാണോ? ലങ്കയുടെ വിനാശത്തിനും രാമരാജ സ്ഥാപനത്തിനും സീതാദേവിക്ക് മാധ്യമമാകേണ്ടി വന്നു. അതിനുവേണ്ടി ജീവിത സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് വനവാസം അനുഷ്ഠിക്കേണ്ടി വന്നു. രാവണന്റെ ആസക്തി മൂലം അവൾക്ക് അശോകവനിയിൽ തടവുകാരിയായി കഴിയേണ്ടി വന്നു. അവരെ അപമാനിച്ച് ദുഃഖിപ്പിച്ചു. ഒടുവിൽ ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിതമായി. ശ്രീരാമദേവന്റെ ജന്മോദ്ദേശം സഫലമായി. പക്ഷേ സീതയ്ക്കെന്ത് നേട്ടമുണ്ടായി? രാമൻ തന്നെ നാടുകടത്തി ശിക്ഷിച്ചു. ലോകസമക്ഷ സ്ത്രീത്വം പരീക്ഷിക്കപ്പെട്ടു. സീതയെ അപമാനിക്കുന്നത് കണ്ട് ഭൂമി പിളർന്നു. സീത ദുഃഖവും ലജ്ജയും അപമാനവും മറയ്ക്കുവാനായി ഭൂമിയുടെ മടിയിൽ അഭയം തേടി. ഇതെല്ലാം ആലോചിക്കുമ്പോൾ തന്നെ ഹൃദയം തുടിക്കുന്നു. ധർമ്മരക്ഷയും കൗരവനാശവും എൻ്റെ ജന്മോദ്ദേശമാണോ? സുഖസൽപ്പങ്ങൾ മുഴുകുന്ന എൻ്റെ മനസ്സ് ഏതോ അജ്ഞാനതമായ ആശങ്കയിൽ വിറയ്ക്കുന്നു. ഞാൻ കൈകൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഹേ ഭഗവാൻ, ഭൂമിയിൽ ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജനിച്ചതെങ്കിൽ ഏതു കളങ്കവും അപമാനവും എനിക്ക് നൽകിക്കൊള്ളൂ. അതോടൊപ്പം അതെല്ലാം സഹിക്കുവാനുള്ള ശക്തിയും നൽകണം. ഞാൻ ധ്യാനനമഗ്നയായതുകൊണ്ട് അച്ഛൻ അതീവ സന്തുഷ്ടയായി തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, യജ്ഞസേനി, അച്ഛനെ അപമാനിച്ചതിന് നീ തന്നെ പ്രതികാരം ചെയ്യണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇരുവരും ഹോമകുണ്ടത്തിൽ ഉത്പന്നമായത്. എൻ്റെ യജ്ഞം സഫലമായി. അച്ഛൻ്റെ പാദം തൊട്ട് വന്നിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ അനുഗ്രഹം സാധിക്കുകയാണ് എൻ്റെ ധർമ്മം. എന്നെ അനുഗ്രഹിച്ചാലും. അച്ഛനൊന്നും പറഞ്ഞില്ല. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അപമാന ചിന്ത അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ആളിക്കത്തിക്കൊണ്ടേയിരുന്നു. ഞാൻ പ്രതിജ്ഞയെടുത്തു. ആവശ്യമായി വന്നാൽ എൻ്റെ കണ്ണുനീർ തുള്ളികൾ കൊണ്ട് ഈ അഗ്നി കെടുത്തു. ഞങ്ങളുടെ നാമകരണ ചടങ്ങ് ആഘോഷപൂർവ്വമായി നടന്നു. ജന്മനാ കവചകുണ്ടലങ്ങളുമായിട്ടാണ് സഹോദരൻ ജനിച്ചത്. തേജോ ഗുണങ്ങൾ സുസ്ഫുടമായിരുന്നു. ഉപയാജമുനി പറഞ്ഞു, അഗ്നിയിൽ നിന്ന് ജനിച്ച ഈ പുത്രൻ ദ്രോണനെ വധിക്കും. ഇവന്റെ പേര് ദൃഷ്ടദ്യുമ്നൻ എന്നാകട്ടെ. സ്നേഹപൂർവ്വം എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ദ്രൗപദപുത്രിയായ ഈ ശ്യാമാഖിയുടെ പേര് കൃഷ്ണ എന്നായിരിക്കട്ടെ. കൃഷ്ണ, കൃഷ്ണനും കൃഷ്ണയും എത്ര സുന്ദരം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ആകാശത്തേക്ക് നോക്കി. മുഖം പ്രസന്നമായിരുന്നു. അച്ഛൻ്റെ ആനന്ദം എൻ്റെ മുഖത്തും പ്രതിഫലിച്ചു. ഞാൻ ആലോചിച്ചു, ആരാണ് ഈ കൃഷ്ണൻ? ആ പേര് തന്നെ അമൃതേയമാണ്. അച്ഛൻ അഭിസ്വതരത്തിൽ പറഞ്ഞു, ഹേ കൃഷ്ണ, എൻ്റെ കൃഷ്ണനെ അങ്ങയുടെ കൈകളിൽ തന്നെ ഞാൻ അർപ്പിക്കാം. അങ്ങ് ആര്യാവർത്തത്തിലെ പുരുഷശ്രേഷ്ഠനാണ്. ധർമ്മ സംസ്ഥാപനമാണ് വീരനായ അങ്ങയുടെ ജീവിതോദ്ദേശം. ഗർവഭഞ്ജകനായ ഗോവിന്ദനും അങ്ങ് തന്നെ. കൃഷ്ണയെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചാൽ എൻ്റെ ബാനം തിരികെ കിട്ടും. അതിനുവേണ്ടിയാണ് കൃഷ്ണ ജനിച്ചത് തന്നെ. അനുഭവിച്ചറിയാത്ത ഏതോ ഉൾക്കുളിരിലാൽ ഞാൻ പുളകിതയായി. ശരീരമാസകലം രോമാഞ്ചം. ആര്യാവർത്തത്തിലെ പുരുഷ ശ്രേഷ്ഠൻ, ശ്രേഷ്ഠനായ യോദ്ധാവ്, ധർമ്മസ്ഥാപകൻ. ആർക്കാണ് അഭിലാഷണമില്ലാതില്ലാതാകുന്നത്? എനിക്ക് സ്വന്തമായി മറ്റൊരാഗ്രഹവുമില്ല തന്നെ. ഇപ്പോൾ അച്ഛൻ്റെ മുൻപിൽ പ്രതിജ്ഞ എടുത്തതേയുള്ളൂ. അതിനാൽ ഞാൻ കൃഷ്ണന് വേണ്ടി സമർപ്പിതയാകുന്നു. അങ്ങനെയല്ല എങ്കിൽ ഉപയാജമുനി എനിക്ക് കൃഷ്ണ എന്ന പേരിടുമായിരുന്നു. കൃഷ്ണനും കൃഷ്ണയും സ്വർഗീയവും പവിത്രവും മധുരവുമായ പ്രേമധാരയിൽ എൻ്റെ ഹൃദയം അമഗ്നമായി. കണ്ണുകൾ ആശ്രുപൂർണങ്ങളായി. എന്നാൽ പരമപുരുഷനായ ഈ കൃഷ്ണൻ ആരാണെന്ന് എനിക്ക് അറിയുവാൻ പാടില്ലായിരുന്നു. തുടരും.